ഇനി നമ്മൾ 24ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. സോ 24ാമത്തെ ചോദ്യം ഇതാണ്. cos സ്ക്വയർ 48 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 12 ഡിഗ്രി ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ 24 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 6 ഡിഗ്രി. ഓക്കെ, റെഡി മക്കളെ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി ഈക്വൽ ടു നമുക്ക് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്ന് എഴുതാം. അതുപോലെ തന്നെ കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി. കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. സോ അത് പ്രകാരം നമ്മളിതാ കോസ് സ്ക്വയർ ഇതേൻ്റെ ഫോർമുല അതേ ഫോർമുലയാണ് നേരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് 48 12 60 ഡിഗ്രി കിട്ടും. ദെൻ കോസ് 36 ഡിഗ്രി വരും. ഞാൻ താഴെ നമുക്ക് സൈൻ 30 ഡിഗ്രി ഇൻറ്റു നമുക്ക് സൈൻ 18 ഡിഗ്രി വരും. മക്കളെ കോസ് 60 ഡിഗ്രിയും സൈൻ 30 ഡിഗ്രിയും 1/2 അത് പോയി കിട്ടി. ദെൻ കോസ് 36 ഡിഗ്രി എത്രയാണ്? √5+1 പഠിച്ച് വെക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സൈൻ 18 ഡിഗ്രി നമുക്ക് എത്രയാണ് കിട്ടുന്നത്? സൈൻ 18 ഡിഗ്രിയാണ് 180 അല്ല 80 കേട്ടോ. 18 ഡിഗ്രി നമുക്ക് എത്രയാണ്? √5 - 1. ഇത് കോൺജുഗേറ്റ് എടുക്കുന്നു. √5+1 ദെൻ √5+1 വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. √5+1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 5 - 1 4. ഇത് എക്സ്പാൻഡ് ചെയ്താൽ 3 + √5 ഡിവൈഡ് ബൈ 2 നമുക്ക് കിട്ടും. റെഡി അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? ആൽഫയുടെ വാല്യൂ നമുക്ക് 3 കിട്ടും. ആൽഫ = 3 കിട്ടും. ബീറ്റ = നമുക്ക് 1 കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എത്ര കിട്ടും? 3 + 1 നമുക്ക് 4 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ?